10th ലെവൽ മുൻ പരീക്ഷകളിലെ ചോദ്യങ്ങളും അനുബന്ധ വിവരങ്ങളും നമുക്കൊന്ന് പരിചയപ്പെടാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഡോക്ടർ കസ്തൂരി രംഗൻ സമിതി കേന്ദ്രത്തിന് സമർപ്പിച്ച പുതിയ സ്കൂൾ വിദ്യാഭ്യാസ നയത്തിന്റെ ഘടന എപ്രകാരമാണ്? അത് 5+3+3+4 ആണ്. 5+3+3+4. അപ്പൊ ഇന്ത്യയെ ഒരു നോളജ് സൂപ്പർ പവർ ആക്കി മാറ്റാൻ ലക്ഷ്യമിടുന്ന 2020 പുതിയ വിദ്യാഭ്യാസ നയത്തിന് രൂപം നൽകിയത് 2017 ജൂണിൽ കേന്ദ്ര സർക്കാർ രൂപം നൽകിയ ഡോക്ടർ കെ കസ്തൂരി രംഗൻ കമ്മിറ്റിയാണ്. അപ്പൊ കെ കസ്തൂരി രംഗൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഈ 5+3+3+4 എന്ന് പറയുന്ന ആ ഒരു ഘടന വരുന്നത്. അപ്പൊ 2017 ജൂണിൽ കേന്ദ്ര സർക്കാർ രൂപം നൽകിയ ഒരു കമ്മിറ്റിയാണ്. അതിന്റെ തലവൻ ഡോക്ടർ കെ കസ്തൂരി രംഗനാണ്. 2020 പുതിയ വിദ്യാഭ്യാസ നയത്തിന് കേന്ദ്ര ക്യാബിനറ്റ് അംഗീകാരം നൽകിയത് 2020 ജൂലൈ 29 ആണ്. ഡേറ്റ് ഇമ്പോർട്ടന്റ് ആണ്. 2020 ജൂലൈ 29 കേന്ദ്ര ക്യാബിനറ്റ് അംഗീകാരം നൽകിയത്. 3 മുതൽ 18 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളെ ഉൾപ്പെടുത്തി 5+3+3+4 എന്നീ ഒരു പുതിയ ബോധന അധ്യയന ഘടന 2020 വിദ്യാഭ്യാസ നയം ലക്ഷ്യമിടുന്നു. അതായത് നമ്മളിപ്പോൾ അതിൽ നിന്ന് മാറിയിട്ട് 5+3+3+4 എന്നൊരു പുതിയ ബോധന അധ്യയന ഘടനയിലേക്കാണ് നമ്മൾ 2020 വിദ്യാഭ്യാസ നയം ലക്ഷ്യമിടുന്നത്. 3 മുതൽ 18 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളെയാണ് ഉൾപ്പെടുത്തുന്നത്. അടിസ്ഥാനപരമായ തലം, പ്രിപ്പറേറ്ററി തലം, മിഡിൽ ലെവൽ, സെക്കൻഡറി ലെവൽ എന്നിവയാണ് 2020 വിദ്യാഭ്യാസ നയത്തിലെ പുതിയ ബോധന അധ്യയന ഘടന. അതായത് അടിസ്ഥാനപരമായ തലം, പ്രിപ്പറേറ്ററി തലം, മിഡിൽ ലെവൽ, സെക്കൻഡറി ലെവൽ, അങ്ങനെയാണ്. അടിസ്ഥാനപരമായ തലം, പ്രിപ്പറേറ്ററി ലെവൽ, മിഡിൽ ലെവൽ, സെക്കൻഡറി ലെവൽ എന്നിങ്ങനെയാണ് 2020 വിദ്യാഭ്യാസ നയത്തിന്റെ പുതിയ ബോധന അധ്യയന ഘടന. അടുത്ത ക്വസ്റ്റ്യൻ, റിസർവ് ബാങ്ക് പുറത്തിറക്കിയ പുതിയ 500 രൂപ നോട്ടിൽ കാണുന്ന ചിത്രം? ആൻസർ ഓപ്ഷൻ ഡി, ചെങ്കോട്ടയാണ്. 500 രൂപ നോട്ടിൽ കാണപ്പെടുന്ന ചിത്രം ചെങ്കോട്ട. അപ്പൊ നമുക്ക് നോട്ടിലെ ചിത്രങ്ങൾ നോക്കിയാൽ 10 രൂപ നോട്ടിൽ കാണപ്പെടുന്ന ചിത്രം ഏതാണ്? കൊണാർക്ക് സൂര്യക്ഷേത്രത്തിലേതാണ്. പുതിയ 20 രൂപ നോട്ടിലുള്ളത് എല്ലോറ ഗുഹകളാണ്. അപ്പൊ കൊണാർക്ക് സൂര്യക്ഷേത്രം എവിടെയാണെന്ന് നമുക്കറിയാലോ, ഒഡീഷയിലാണ്. എല്ലോറ ഗുഹകൾ മഹാരാഷ്ട്രയിലാണ്. അപ്പൊ 10 രൂപയിൽ കാണപ്പെടുന്നത് കൊണാർക്ക് സൺ ടെമ്പിൾ ആണ്. അതുപോലെ 20 രൂപയുടെ നോട്ടിൽ കാണപ്പെടുന്നത് എല്ലോറ ഗുഹകളാണ്. പുതിയ 50 രൂപ നോട്ടിലുള്ളത് ഹംപിയിലെ രഥമാണ്. ഹംപിയിലെ രഥം. 100 രൂപ നോട്ടിൽ ചിത്രീകരിച്ചിരിക്കുന്നത് റാണി കി വാവ്. റാണി കി വാവ് എന്ന് പറയുന്ന ഒരു സ്നാനഘട്ടം പോലെയുള്ള സ്ഥലമാണ്. അത് ഗുജറാത്തിലാണ് റാണി കി വാവ് എന്ന് പറയുന്നത്. സാഞ്ചി സ്തൂപമാണ് പുതിയ 200 രൂപ നോട്ടിൽ. സാഞ്ചി എവിടെയാണ്? മധ്യപ്രദേശിലാണ് സാഞ്ചി. അപ്പൊ പുതിയ 200 രൂപ നോട്ടിൽ കാണപ്പെടുന്നത് സാഞ്ചി സ്തൂപമാണ്. 2023 മെയ്യിൽ റിസർവ് ബാങ്ക് പിൻവലിക്കുന്നതായി പ്രഖ്യാപിച്ച 2000 രൂപയുടെ നോട്ടിൽ മംഗൾയാൻ ആയിരുന്നു അല്ലെ. 2000 രൂപയുടെ നോട്ടിൽ മംഗൾയാൻ, പിങ്ക് കളറിൽ, മജന്ത കളറിലൊക്കെ ആയിരുന്നു 2000 രൂപയുടെ നോട്ടിൽ മംഗൾയാൻ ആയിരുന്നു. ഒന്നുകൂടി നോക്കാം. 10 രൂപ നോട്ടിൽ കൊണാർക്കിലെ സൂര്യക്ഷേത്രമാണ്. 20 രൂപ നോട്ടിൽ എല്ലോറ ഗുഹകളാണ്. 50 രൂപ നോട്ടിൽ ഹംപിയിലെ രഥമാണ്. 100 രൂപയുടെ നോട്ടിൽ റാണി കി വാവ്. 200 രൂപയുടെ നോട്ടിൽ സാഞ്ചി സ്തൂപം. 500 രൂപയുടെ നോട്ടിൽ ചെങ്കോട്ടയാണ് അല്ലെ. 500 രൂപയുടെ നോട്ടിൽ ചെങ്കോട്ട. അപ്പൊ പിൻവലിച്ച 2000 രൂപയുടെ നോട്ടിൽ എന്തായിരുന്നു? മംഗൾയാനായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ശരീരത്തിലെ കാൽസ്യം ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകം? ആൻസർ ഓപ്ഷൻ ബി, ജീവകം ഡി ആണ്. അതായത് എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യം, കാൽസ്യം, ഫോസ്ഫറസ് എന്നിവയുടെ ആഗിരണം എന്നിവയ്ക്ക് സഹായിക്കുന്നതാണ് വൈറ്റമിൻ ഡി. സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്നത് വൈറ്റമിൻ ഡി ആണ്. സൺഷൈൻ വൈറ്റമിൻ എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. കാരണം സൂര്യപ്രകാശത്തിൽ നിന്നാണ് അത് നമ്മുടെ ബോഡിയിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ നാഡികൾ, ചുവന്ന രക്താണുക്കൾ എന്നിവയുടെ ആരോഗ്യത്തിന് ആവശ്യമായതാണ് വൈറ്റമിൻ ഇ അല്ലെ. അടുത്ത വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഇ. അതെന്താണ്? നാഡികൾ, ചുവന്ന രക്താണുക്കൾ എന്നിവയുടെ ആരോഗ്യത്തിന് ആവശ്യമായതാണ് വൈറ്റമിൻ ഇ. സസ്യ എണ്ണകളിൽ നിന്ന് ലഭിക്കുന്നു. മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നതാണ് വൈറ്റമിൻ കെ അല്ലെ. വൈറ്റമിൻ കെ. കണ്ണ്, ത്വക്ക്, മുടി എന്നിവയുടെ ആരോഗ്യത്തിന് വൈറ്റമിൻ എ. അപ്പൊ രക്തം കട്ട പിടിക്കാൻ വേണ്ടത് വൈറ്റമിൻ കെ. പിന്നെ കണ്ണ്, ത്വക്ക്, മുടി എന്നിവയുടെ ആരോഗ്യത്തിന് നമുക്ക് വേണ്ടത് വൈറ്റമിൻ എ. പിന്നെ ധാന്യങ്ങൾ, പ്രോട്ടീൻ എന്നിവ ശരീരത്തിൽ പ്രയോജനപ്പെടുത്താൻ ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണം അതിന് പ്രാധാന്യമുള്ള വൈറ്റമിനുകളാണ് വൈറ്റമിൻ ബി അല്ലെ. ധാന്യങ്ങൾ, പ്രോട്ടീൻ എന്നിവ ശരീരത്തിൽ പ്രയോജനപ്പെടുത്താൻ ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണം അതിന് വേണ്ട വൈറ്റമിൻ ആണ് വൈറ്റമിൻ ബി. പിന്നെ ത്വക്ക്, മോണ, പല്ല്, രക്തകോശങ്ങൾ അവയുടെ ആരോഗ്യത്തിന് വേണ്ടത് വൈറ്റമിൻ സി ആണ് അല്ലെ. ത്വക്ക്, മോണ, പല്ല്, രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തിന് വലിയ പങ്കുള്ളതാണ് വൈറ്റമിൻ സി. അടുത്ത ക്വസ്റ്റ്യൻ, രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഹോർമോൺ? അത് എല്ലാവർക്കും അറിയാം, ഇൻസുലിൻ ആണ് അല്ലെ. രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഹോർമോൺ ആണ് ഇൻസുലിൻ. പാൻക്രിയാസ് ഗ്രന്ഥിയിലെ ഐലറ്റ്സ് ഓഫ് ലാംഗർ ഹാൻസ് എന്ന കോശ സമൂഹത്തിലെ ബീറ്റാ കോശങ്ങൾ അല്ലെ. ബീറ്റാ കോശങ്ങളാണ് ഇൻസുലിൻ ഹോർമോണും. ആൽഫ കോശങ്ങൾ ഗ്ലൂക്കഗോൺ ഹോർമോണും ആണ് ഉത്പാദിപ്പിക്കുന്നത്. ഗ്ലൂക്കോസിനെ കോശങ്ങളിലേക്ക് പ്രവേശിപ്പിക്കുകയും കരളിലും പേശികളിലും വെച്ച ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജൻ ആക്കുന്നതും ഇൻസുലിൻ ഹോർമോണിന്റെ പ്രവർത്തനത്താലാണ്. കരളിൽ സംഭരിച്ചിരിക്കുന്ന ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്നതും അമിനോ ആസിഡുകളിൽ നിന്നും ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നതും ഗ്ലൂക്കാഗോണിന്റെ പ്രവർത്തനങ്ങളാണ്. അപ്പൊ രണ്ട് പ്രവർത്തനങ്ങൾ നോക്കാം. രണ്ടും ഒരു വിപരീത പ്രവർത്തനങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. എന്തൊക്കെയാണ്? ഇൻസുലിനും ഗ്ലൂക്കഗോണും. ബീറ്റാ കോശങ്ങൾ ഉത്പാദിപ്പിക്കുന്നതാണ് ഇൻസുലിൻ. ആൽഫ കോശങ്ങൾ ഉത്പാദിപ്പിക്കുന്നതാണ് ഗ്ലൂക്കഗോൺ. അപ്പൊ ഇൻസുലിന്റെ പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലൂക്കോസിനെ, അല്ലെങ്കിൽ രക്തത്തിലെ പഞ്ചസാരനെയാണ് നമ്മൾ ഗ്ലൂക്കോസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഗ്ലൂക്കോസിനെ കോശങ്ങളിലേക്ക് പ്രവേശിപ്പിക്കുകയും കരളിലും പേശികളിലും വെച്ച് ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജൻ ആക്കുന്നതും ഇൻസുലിൻ ഹോർമോണിന്റെ പ്രവർത്തനമാണ് അല്ലെ. കോശങ്ങളിലേക്ക് പ്രവേശിപ്പിക്കുന്നത്, ഓരോ കോശങ്ങളിലേക്ക് എത്തിക്കുന്നതും കരളിലും പേശികളിലൊക്കെ വെച്ചിട്ട് ഈ ഗ്ലൂക്കോസിനെ എന്താക്കി മാറ്റുന്നു? ഗ്ലൈക്കോജൻ ആക്കുന്നതൊക്കെ ഇൻസുലിന്റെ പ്രവർത്തനമാണ്. അപ്പൊ നമ്മുടെ ഗ്ലൂക്കാഗോൺ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കരളിൽ സംഭരിച്ചിരിക്കുന്ന ഈ ഗ്ലൈക്കോജനെ
ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്നതും അമിനോ ആസിഡുകളിൽ നിന്നും ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നതും ആരാണ്? ഈ ഗ്ലൂക്കഗോൺ ആണ്. ഈ ബീറ്റാ കോശങ്ങൾ നശിക്കുന്നതിന്റെ ഫലമായി ഇൻസുലിൻ ഉൽപാദനത്തിൽ ഉണ്ടാകുന്ന കുറവോ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഇൻസുലിനെ കോശങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയാത്തതോ മൂലം രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കൂടുന്നതാണ് പ്രമേഹം. ഇതാണ് പ്രമേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കൂടുന്ന അവസ്ഥയാണ് നമ്മൾ പ്രമേഹം എന്ന് പറയുന്നത്. അതെങ്ങനെയാണ്? ബീറ്റാ കോശങ്ങൾ നശിക്കുമ്പോൾ എന്ത് പറ്റും? പിന്നെ ഇൻസുലിന്റെ നിർമ്മാണം അവിടെ നടക്കില്ല. അപ്പൊ അതൊരു കേസാണ്. പിന്നെ രണ്ടാമത്തെ കേസ് പറയുന്നത് ഈ ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിനെ ഈ കോശങ്ങൾ ഉപയോഗപ്പെടുത്തുന്നില്ല. അപ്പൊ അത് രക്തത്തിൽ തന്നെ എന്ത് ചെയ്യുന്നു? ഇൻസുലിന്റെ അളവ് അല്ലെങ്കിൽ കോശങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയാത്തത് മൂലം രക്തത്തിൽ എന്ത് ചെയ്യുന്നു? ഗ്ലൂക്കോസിന്റെ അളവ് ഇങ്ങനെ അളവ് കൂടുന്നതിനെയാണ് നമ്മൾ പ്രമേഹം എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഫാരൻഹീറ്റ് താപനില സ്കെയിലിൽ ജലത്തിന്റെ തിളനില എത്ര? ആൻസർ 212 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. താപനില രേഖപ്പെടുത്താനുള്ള യൂണിറ്റുകളാണ് സെൽഷ്യസ് സ്കെയിൽ, ഫാരൻഹീറ്റ് സ്കെയിൽ, കെൽവിൻ സ്കെയിൽ എന്നിവ. ചില എഞ്ചിനീയറിംഗ് ആവശ്യങ്ങൾക്ക് റാൻകിൻ എന്ന അളവും ഉപയോഗിക്കുന്നു. ഊഷ്മാവിന്റെ SI യൂണിറ്റ് കെൽവിൻ ആണ്. അല്ലെ, ഊഷ്മാവിന്റെ SI യൂണിറ്റ് എന്താണ്? കെൽവിൻ ആണ്. സെൽഷ്യസ് സ്കെയിലിനെ കെൽവിൻ ആക്കാൻ എന്ത് ചെയ്യണം? 273 കൂട്ടിയാൽ മതി. അതായത് 0 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് നമ്മൾ അല്ലെങ്കിൽ ഡിഗ്രി സെൽഷ്യസിൽ പറയുന്ന ഒരു അളവിനെ നമുക്ക് 273 ആഡ് ചെയ്താൽ അതിൽ നമുക്ക് എന്ത് കിട്ടും? കെൽവിൻ സ്കെയിലാക്കി മാറ്റാനായിട്ട് സാധിക്കും. അപ്പൊ 0 ഡിഗ്രി സെൽഷ്യസ് കെൽവിനിൽ എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 273 നമുക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 273 കെൽവിൻ ആണെന്ന് മനസ്സിലാവും. ഫാരൻഹീറ്റ്, സെൽഷ്യസ് എന്നിവ ഒരേ റീഡിംഗ് കാണിക്കുന്ന താപനിലയാണ് -40 ഡിഗ്രി അല്ലെ. അപ്പം ഫാരൻഹീറ്റും സെൽഷ്യസും ഒരേ റീഡിംഗ് കാണിക്കുന്ന താപനിലയുണ്ട്. അതാണ് -40 ഡിഗ്രി അല്ലെ, -40 ഡിഗ്രി. വെള്ളം തിളയ്ക്കുന്നത് സെൽഷ്യസിൽ 100 ഡിഗ്രിയിലും കെൽവിനിൽ നമുക്ക് എന്താണ് 373.15 ഡിഗ്രിയിലും ഫാരൻഹീറ്റില് 212 ഡിഗ്രിയിലുമാണ്. ഫാരൻഹീറ്റ്, സെൽഷ്യസ് എന്നിവ ഒരേ റീഡിംഗ് കാണിക്കുന്നത് -40 ഡിഗ്രിയാണ്. വെള്ളം തിളയ്ക്കുന്നത് 100 ഡിഗ്രി സെൽഷ്യസിലാണെങ്കിൽ അത് കെൽവിനിലാവുമ്പോൾ 373.15 ഡിഗ്രിയിൽ വരും. ഫാരൻഹീറ്റ് ആവുമ്പോൾ അത് 212 ഡിഗ്രിയിലുമാണെന്ന് ഓർക്കാം. ഇനി അബ്സല്യൂട്ട് സീറോ എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ കേവല പൂജ്യം എന്നൊക്കെ പറയും. അബ്സല്യൂട്ട് സീറോ എന്നറിയപ്പെടുന്ന അളവ് കെൽവിനിൽ 0വും സെൽഷ്യസിൽ -273.15 ഡിഗ്രിയും ഫാരൻഹീറ്റിൽ -459.67 ഡിഗ്രിയുമാണ്. അബ്സല്യൂട്ട് സീറോ എന്ന് പറയുന്നത് കെൽവിനിൽ എത്രയാണ്? 0 അല്ലെ. അബ്സല്യൂട്ട് സീറോ കെൽവിനിൽ അതിനെ 0 എന്ന് പറയും. പക്ഷെ നമ്മുടെ സെൽഷ്യസിലേക്ക് വരുമ്പോൾ -273.15 ഡിഗ്രിയും ഫാരൻഹീറ്റിലേക്ക് വരുമ്പോൾ -459.67 ഡിഗ്രിയുമാണെന്ന് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏറ്റവും കൂടുതൽ വിശിഷ്ട താപാധാരിതയുള്ളത് തിരഞ്ഞെടുക്കുക. വായു, മെർക്കുറി, ജലം, മെത്തനോൾ. നമുക്കറിയാം ആൻസർ ഓപ്ഷൻ സി ആണ്. ജലമാണ് ഏറ്റവും കൂടുതൽ വിശിഷ്ട താപാധാരിത ഉള്ളത്. പ്രകൃതിയിൽ ഖരം, ദ്രാവകം, വാതകം എന്നീ 3 അവസ്ഥകളിലും കാണപ്പെടുന്ന പദാർത്ഥമാണ് ജലം. സാധാരണ അന്തരീക്ഷ മർദ്ദത്തിൽ ഒരു ദ്രാവകം തിളയ്ക്കുന്ന താപനിലയെ നമ്മൾ എന്തെന്ന് പറയുന്നു? തിളനില, ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നു. ജലത്തിന്റെ തിളനില എത്രയാണ്? 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. ജലത്തിന്റെ തിളനില 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പൊ മർദ്ദം കൂടുമ്പോൾ ജലത്തിന്റെ തിളനില ഉയരുന്നു. അതായത് പ്രഷർ കുക്കറിൽ നമ്മൾ പ്രഷർ കുക്കർ എന്ന് പറയുമ്പോൾ മർദ്ദം കൂടിയതാണ്. പ്രഷർ കുക്കറിൽ ജലം തിളയ്ക്കുന്ന താപനില എത്രയാണ്? 120 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പൊ മറ്റു പദാർത്ഥങ്ങളെ അപേക്ഷിച്ച് ഉയർന്ന താപം താങ്ങാനുള്ള ശേഷി ഉള്ളതിനെയാണ് നമ്മൾ താപാധാരിത എന്നൊക്കെ പറയുന്നത്. അപ്പൊ അത് ആർക്കാണ് കൂടുതൽ? ജലത്തിന് വളരെ കൂടുതലാണ്. വാഹന എഞ്ചിനിലുള്ള താപം നിയന്ത്രിക്കാൻ റേഡിയേറ്ററുകളിൽ ജലം ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ താപം കൂടുതലായിട്ട് ജലം സ്വീകരിക്കുകയും അത് ജലം പെട്ടെന്ന് ചൂടാവില്ല. അതുകൊണ്ടാണ് ജലം ഉപയോഗിക്കുന്നത്. ജലത്തിന്റെ ഈ താപാധാരിത എന്ന ഗുണമാണ് പ്രയോജനപ്പെടുത്തുന്നത്. അപ്പൊ ചൂടായ വസ്തുക്കൾ തണുപ്പിക്കാൻ ജലം ഉപയോഗിക്കുമ്പോഴും ജലത്തിന്റെ താപാധാരിതയാണ് അവിടെ ഉപയോഗപ്പെടുത്തുന്നത് അല്ലെ. ചൂട് കൂടുതലായിട്ട് അബ്സോർബ് ചെയ്യുകയും പക്ഷെ അത് സ്വയം ചൂടാകുന്ന അല്ലെങ്കിൽ ആ ചൂട് ആഗിരണം ചെയ്ത് അത് ചൂടാകുന്ന അല്ലെങ്കിൽ ജലം ചൂടാകുന്ന ആ ഒരു റേറ്റ് വളരെ കുറവാണ്. മറ്റുള്ളവരുടെ ചൂട് കൂടുതലായിട്ട് അബ്സോർബ് ചെയ്യാൻ ഉള്ള കഴിവുണ്ട്. അതിനെയാണ് നമ്മൾ ഹീറ്റ് കപ്പാസിറ്റി അല്ലെങ്കിൽ താപാധാരിത എന്നൊക്കെ പറയുന്നത്. മർദ്ദം കൂടുമ്പോൾ എന്താണ്? ജലത്തിന്റെ തിളനില ഉയരുന്നു അല്ലെ. 100 ഡിഗ്രി സെൽഷ്യസ് ആണ് സാധാരണഗതിയിൽ ഒരു ജലം തിളക്കാൻ ആവശ്യം അല്ലെങ്കിൽ ജലത്തിന്റെ തിളനില എന്ന് പറയുന്നത്. അപ്പൊ മർദ്ദം കൂടുമ്പോൾ ജലത്തിന്റെ തിളനില എന്താവും? 120 ഡിഗ്രി സെൽഷ്യസ്. അത് പ്രഷർ കുക്കറിൽ 120 ഡിഗ്രി സെൽഷ്യസ് ആവും എന്ന് ഓർത്തിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, വാസസ്ഥലത്തിനായി മാത്രം മറ്റു സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യങ്ങൾ ഏതാണ്? എപ്പിഫൈറ്റുകൾ എന്നാണ് അറിയപ്പെടുന്നത്. വാസസ്ഥലത്തിനായി മാത്രം മറ്റു സസ്യങ്ങളെ ആശ്രയിക്കുന്നവ എപ്പിഫൈറ്റുകൾ. അവ വേറെ ഫുഡും ജലവും ഒന്നും വലിച്ചെടുക്കില്ല. അവർക്ക് ഒന്ന് പിടിച്ച് താങ്ങി നിൽക്കാൻ ഒരു വാസസ്ഥലം എന്ന് മാത്രം. അവയാണ് എപ്പിഫൈറ്റുകൾ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് നമ്മളെ ഓർക്കിഡുകൾ, മരവാഴയ്ക്ക് എപ്പിഫൈറ്റുകളാണ്. വേരുകൾ കൊണ്ട് അന്തരീക്ഷത്തിൽ നിന്ന് ഈർപ്പം വലിച്ചെടുക്കുന്ന സസ്യങ്ങളാണ് ഓർക്കിഡുകൾ. ആതിഥേയ സസ്യത്തിൽ നിന്ന് ജലവും ലവണങ്ങളും വലിച്ചെടുത്ത് ഇലകളുടെ സഹായത്തോട് ആഹാരം നിർമ്മിക്കുന്നവയാണ് അർദ്ധപരാഗ സസ്യങ്ങൾ. അതായത് ആതിഥേയ സസ്യം ഉപയോഗിക്കുന്ന ജലവും ലവണങ്ങളും തന്നെ ഇവർ വലിച്ചെടുത്തിട്ട് അവരെന്ത് ചെയ്യുന്നു? ആഹാരം നിർമ്മിക്കുന്നു. അതിനെ അർദ്ധപരാഗ സസ്യങ്ങൾ എന്ന് പറയുന്നു. അതിന് ഉദാഹരണം ഇത്തിൽക്കണ്ണിയാണ്. ഇത്തിൽക്കണ്ണി. ഇനി ആതിഥേയ സസ്യങ്ങൾ നിർമ്മിച്ച ആഹാരം അല്ലെ, ഓൾറെഡി കുക്ക് ചെയ്ത ആഹാരമാണ് മോഷ്ടിച്ചെടുക്കുന്നതെങ്കിൽ നമ്മൾ അതിന് പൂർണ്ണപരാഗം എന്ന് പറയും അല്ലെ. പൂർണ്ണപരാഗങ്ങൾ അതിനെയാണ് മൂടില്ലാത്ത ആള്. അപ്പൊ അർദ്ധപരാഗവും പൂർണ്ണപരാഗവും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആതിഥേയ സസ്യങ്ങളുടെ ജലവും ലവണങ്ങളും വലിച്ചെടുത്തിട്ട്
ഈ തിൽക്കണ്ണി സ്വയം ഫുഡ് ഉണ്ടാക്കുന്നു. പക്ഷെ പൂർണ്ണപരാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആതിഥേയ സസ്യങ്ങൾ ഉണ്ടാക്കിയ ആഹാരം തന്നെയാണ് മോഷ്ടിക്കുന്നത്. അതിന് നമ്മൾ പൂർണ്ണപരാഗങ്ങൾ. അതിന് ഉദാഹരണമാണ് മൂടില്ലാത്ത ആളി. അപ്പൊ ജീർണാവശിഷ്ടങ്ങളിൽ നിന്ന് പോഷക ഘടകങ്ങൾ ആഗിരണം ചെയ്ത് വളരുന്ന സസ്യങ്ങളാണ് ശവോപജീവികൾ, സാപ്രോഫൈറ്റ് എന്ന് പറയും. അതായത് ജീർണാവശിഷ്ടങ്ങളിൽ നിന്ന് ജീർണിച്ചു കിടക്കുന്ന അവശിഷ്ടങ്ങളിൽ നിന്ന് പോഷക ഘടകങ്ങൾ ആഗിരണം ചെയ്ത് വളരുന്ന സസ്യങ്ങളെ സാപ്രോഫൈറ്റുകൾ. അപ്പൊ ശവോപജീവികൾക്ക് ഉദാഹരണങ്ങളാണ് പൂപ്പൽ, കൂൺ, നിയോട്ടിയ, മോണോട്രോപ്പ. പൂപ്പല്, കൂണ്, നിയോട്ടിയ, മോണോട്രോപ്പ എന്നിവ. അടുത്ത ക്വസ്റ്റ്യൻ, ബ്രിട്ടീഷ് സർക്കാരിന്റെ ഏത് നിയമത്തിനെതിരെയായിരുന്നു ജനങ്ങൾ ജാലിയൻ വാലാബാഗിൽ പ്രതിഷേധ സമരത്തിന് ഒത്തുചേർന്നത്? റൗലറ്റ് നിയമം അല്ലെ? റൗലറ്റ് നിയമം അല്ലെങ്കിൽ കരി നിയമം എന്നൊക്കെ അറിയപ്പെടുന്ന നിയമമാണ്. അപ്പൊ ഭീകരപ്രവർത്തനങ്ങൾ തടയാനെന്ന പേരിൽ പൗരാവകാശങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് 1919 ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ നിയമമാണ് ദി അനാർക്കിക്കൽ ആൻഡ് റവല്യൂഷണറി ക്രൈംസ് ആക്ട് 1990. അതാണ് ഈ റൗലറ്റ് ആക്ട് എന്നറിയപ്പെടുന്നത്. ഈ നിയമപ്രകാരം നമുക്ക് ഏതൊരാളെയും അറസ്റ്റ് ചെയ്ത് വിചാരണ കൂടാതെ തടങ്കലിൽ വെക്കാം. അതായത് മജിസ്ട്രേറ്റിനെ ഒന്നും കാണിക്കില്ല, അറസ്റ്റ് ചെയ്ത് തടങ്കലിൽ വെക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നു. അപ്പൊ 1919 ഏപ്രിൽ 13 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടക്കുന്നത്. റൗലറ്റ് നിയമവിരുദ്ധ സമരങ്ങൾക്ക് പഞ്ചാബിൽ നേതൃത്വം നൽകിയ സൈഫുദ്ദീൻ കിച്ചുലും സത്യപാൽ എന്നിവരെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിക്കാനാണ് ജനങ്ങൾ എവിടെയാണ് പഞ്ചാബിലെ അമൃത്സർ എന്ന് പറയുന്ന സ്ഥലത്ത്, അതായത് അമൃത്സറിലെ ജാലിയൻ വാലാബാഗിൽ ഒത്തുകൂടിയത്. ആ ജാലിയൻ വാലാബാഗ് നടന്നത് 1919 ഏപ്രിൽ 13. അടുത്ത ക്വസ്റ്റ്യൻ, വില്ലുവണ്ടിയിൽ സഞ്ചരിച്ച് ചരിത്രം സൃഷ്ടിച്ച കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവാണ് അയ്യങ്കാളി. അയ്യങ്കാളി സാധുജന പരിപാലന സംഘം സ്ഥാപിക്കുന്നത് 1907 SNDP യോഗത്തിന്റെ മാതൃകയിലാണ്. SNDP യോഗം സ്ഥാപിക്കുന്നത് 1903. അതിന്റെ മാതൃകയിലാണ് അയ്യങ്കാളി 1907 എന്ത് സ്ഥാപിക്കുന്നത്? സാധുജന പരിപാലന സംഘം. അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ നെടുമങ്ങാട് ചന്തലഹള നടക്കുന്നത് 1912. കൊല്ലത്ത് കല്ലുമാല സമരം നടക്കുന്നത് 1915. അത് രണ്ടും. അപ്പൊ നെടുമങ്ങാട് ചന്തലഹള, കല്ലുമാല സമരം, ഇത് രണ്ടും അയ്യങ്കാളിയുടെ നേതൃത്വത്തിലാണ്. 1912 നെടുമങ്ങാട് ചന്തലഹള, 1915 കല്ലുമാല സമരം. പിന്നെ 90-ാം ആണ്ട് ലഹള അഥവാ ഊരൂട്ടമ്പലം ലഹള അല്ലെ? പഞ്ചമി എന്ന സ്കൂൾ വിദ്യാർത്ഥിയെ കയറ്റാത്തതിൽ പ്രതിഷേധിച്ച് നടത്തിയ ലഹളയാണ് 90-ാം ആണ്ട് അഥവാ ഊരൂട്ടമ്പലം. അതും 1915. അതെന്തുകൊണ്ടാണ് 90-ാം ആണ്ട് എന്ന് വിളിക്കുന്നത്? കൊല്ലവർഷം 1990 അല്ലെ ഇത് നടന്നത്. അതുകൊണ്ടാണ് അങ്ങനത്തെ പേര് വരുന്നത്. നമ്മൾ 99-ലെ വെള്ളപ്പൊക്കം എന്ന് പറയുന്നത് 1924 ഉണ്ടായ വെള്ളപ്പൊക്കത്തെയാണ്. അപ്പൊ അതും ഈ ഒരു കൊല്ലവർഷം ബേസ് ചെയ്താണ് അവർ പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് ഭാഗത്താണ് മൗലികാവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ഡി, ഭാഗം 3 ആണ്. അപ്പൊ ഭരണഘടനയുടെ ഭാഗം 3-നെയാണ് നമ്മൾ ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കുന്നത്. ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയാണ് ഈ ഭാഗങ്ങൾ ഉൾക്കൊള്ളുന്നത്. ഭരണഘടനയുടെ ആണിക്കല്ല് അല്ലെ എന്നാണ് ഇത് അറിയപ്പെടുന്നത് അല്ലെ? ഇന്ത്യൻ ഭരണഘടന മൗലിക അവകാശങ്ങൾ എന്ന ആശയം നമ്മൾ എവിടെ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്? അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. മൗലികാവകാശങ്ങളുടെ ശില്പി എന്ന് അറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ്. ഭരണഘടനാ നിർമ്മാണ സഭയിൽ മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ഉപദേശക സമിതിയുടെ തലവൻ വല്ലഭായ് പട്ടേലായിരുന്നു. ആ നിർമ്മാണ സമിതിയിൽ സബ് കമ്മിറ്റി ഉണ്ട് അല്ലെ? ഫണ്ടമെന്റൽ റൈറ്റുമായി ബന്ധപ്പെട്ട സബ് കമ്മിറ്റിയുടെ ചുമതല വഹിച്ചത് JB കൃപലാനിയാണ്. ഇന്ത്യൻ ഭരണഘടന പൗരന്മാർക്ക് ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങൾ എത്രണ്ണമാണ്? 6 എണ്ണമാണ്. ഇനി ഭരണഘടന നിലവിൽ വരുമ്പോൾ 7 ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ് ഉണ്ടായിരുന്നത്. അപ്പൊ സ്വത്തവകാശത്തെ നമ്മൾ എന്ത് ചെയ്യുന്നു? 1978 44-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ജനതാ ഗവൺമെന്റ് നീക്കം ചെയ്യുകയാണ് ഉണ്ടായത് അല്ലെ? പട്ടികയിൽ നിന്ന് സ്വത്തവകാശത്തെ നീക്കം ചെയ്തു.